മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പാക്കറ്റ് വെളിച്ചെണ്ണകളിൽ വ്യാപകമായ തോതിൽ മായം കലർന്നിരിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 8 ബ്രാൻഡ് വെളിച്ചെണ്ണകൾ കേരളത്തിൽ നിരോധിച്ചു. എന്നാൽ ഇത് സംഭവിച്ച് 6 മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ ഇതാ വീണ്ടും 14 ബ്രാൻഡ് വ്യാജ വെളിച്ചെണ്ണകൾ കൂടി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലം അത്രയും ആരോഗ്യത്തിന് ഹാനികരമായ വ്യാജ വെളിച്ചെണ്ണ ഉപയോഗിച്ചുവന്ന പാവം ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നാം വീട്ടിൽ വാങ്ങുന്ന വെളിച്ചെണ്ണ ഒറിജിനലാണോ അതോ മായം കലർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാൽ അത് നമുക്ക് സ്വയം പരിശോധിക്കാനുള്ള ഏറ്റവും സിമ്പിളായ ചില വഴികൾ എത്നി ഹെൽത്ത് കോഡ് നിർദ്ദേശിക്കുന്നു. വെളിച്ചെണ്ണയിൽ ഏറ്റവും പ്രധാനമായി 2 ഇനം എണ്ണകളാണ് മായമായി ചേർക്കുന്നത്: പാം കേർണൽ ഓയിലും പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിലും. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട പാം കേർണൽ ഓയിൽ വെളിച്ചെണ്ണയിൽ ചേർത്താൽ ഉയർന്ന കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, അമിതവണ്ണം എന്നിവയാണ് ഫലം. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നമായ മിനറൽ ഓയിൽ ലോകത്തെ 1-ാം നമ്പർ ക്യാൻസർ രോഗമുണ്ടാക്കുന്ന രാസവസ്തുവുമാണ്. 2015-ൽ മുംബൈ കോക്കനട്ട് ബോർഡ് നടത്തിയ പഠനത്തിൽ രാജ്യത്ത് വിതരണം ചെയ്യപ്പെടുന്ന വെളിച്ചെണ്ണയിൽ 34 മുതൽ 92% വരെ മിനറൽ ഓയിൽ വ്യാജമായി ചേരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ 50 ml വെളിച്ചെണ്ണ ഒരു ചെറിയ ഗ്ലാസ് കുപ്പിയിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിലെ വെളിച്ചെണ്ണ മാത്രം പ്രത്യേക ലെയറായി കട്ടിപിടിക്കുന്നത് കാണാം. വ്യാജ എണ്ണകൾ മറ്റൊരു ലെയറായി മാറുകയും ചെയ്യും. ഇതിന് കാരണം വെളിച്ചെണ്ണ തണുത്ത് കട്ടിയാകുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. പാം കേർണൽ ഓയിലും 25 ഡിഗ്രി സെൽഷ്യസിൽ കട്ടിയാകുമെങ്കിലും അതിന് കട്ടി കൂടുതലുള്ളതിനാൽ പ്രത്യേക ലെയറായി തിരിയും. എന്നാൽ മിനറൽ ഓയിൽ 30 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ കട്ടിയാകും. ഫ്രിഡ്ജിൽ വെച്ച വെളിച്ചെണ്ണ പുറത്തെടുത്താലും ഏറെ നേരം ഖരാവസ്ഥയിൽ തന്നെയാണെങ്കിൽ അതിൽ അപകടകാരിയായ മിനറൽ ഓയിൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് നാം സംശയിക്കണം. മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട്. വെളിച്ചെണ്ണ നാം ചൂടാക്കുമ്പോൾ സാധാരണ 176 ഡിഗ്രിയിൽ അത് തിളയ്ക്കും. എന്നാൽ അതിൽ വ്യാജ എണ്ണകൾ ഉണ്ടെങ്കിൽ അത് തിളയ്ക്കുവാൻ താമസമുണ്ടാകും. പാം കേർണൽ ഓയിൽ ചൂടാകുവാൻ 233 ഡിഗ്രി സെൽഷ്യസും മിനറൽ ഓയിലിന് 358 ഡിഗ്രി സെൽഷ്യസും വേണ്ടിവരും. അതായത് വെളിച്ചെണ്ണ ചൂടാകുവാൻ താമസിക്കുന്നുവെങ്കിൽ അതിൽ വ്യാജൻ കലർന്നിട്ടുണ്ടോ എന്ന് നാം സംശയിക്കണം. നിങ്ങൾ വാങ്ങുന്ന വെളിച്ചെണ്ണ ശുദ്ധമാണോ എന്ന് പരിശോധിക്കുന്ന ഏറ്റവും ലളിതമായ ടെസ്റ്റുകൾ മാത്രമാണിവ. സംശയമുള്ള വെളിച്ചെണ്ണ സാമ്പിളുകൾ നിങ്ങളുടെ ജില്ലയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ നൽകിയാൽ അവർ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിൽ കൂടി റിപ്പോർട്ട് നിങ്ങൾക്കുടൻ നൽകുന്നതാണ്. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnihealthcode.com.